നമസ്കാരം. നമ്മുടെ പൂർവികർ പാമ്പിനെ രക്ഷകരായി കണക്കാക്കുന്നു. പ്രധാനമായും ഭൂമിയുടെ രക്ഷകരായി അവയെ കണക്കാക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നതാകുന്നു. ഇതിനാൽ തന്നെയാണ് ഒട്ടുമിക്ക തറവാടുകളിലും മനകളിലും എല്ലാം കാവ് കാണപ്പെടുന്നതും. സർവ്വസാധാരണമായ കാര്യം തന്നെയാണ് ഇത്. ഈ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നും അതിനാൽ അവരെ നാം ആരാധിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നാണ് പറയുക. അതിനാൽ നാം വസിക്കുന്നത് ഏത് ഭൂമിയിലാണോ ആ ഭൂമിയുടെ അടുത്തായുള്ള നാഗക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നതും അവിടെ എത്തി സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ശുഭകരം തന്നെയാണ്. ജീവിതത്തിൽ ഉയർച്ചയും സകല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. നിമിത്ത ശാസ്ത്രപ്രകാരം ജ്യോതിഷപ്രകാരവും പാമ്പുകൾ വീടുകളിൽ വരുന്നതിലൂടെ ചില സൂചനകൾ നമുക്ക് ലഭിക്കും. ആ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. സർപ്പങ്ങളെ തന്നെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ഉത്തമ സർപ്പം. പാമ്പുകളല്ല സർപ്പങ്ങൾ എന്ന കാര്യം നാം അറിയേണ്ടതായിട്ടുണ്ട്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. സർപ്പങ്ങളെയാണ് നാം കാവുകളിൽ ആരാധിക്കുന്നത്. ഇവയെ വീടുകളിൽ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമാകുന്നു. എന്നാൽ കാണുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ സർപ്പങ്ങളെ വീടുകളിൽ കണ്ടാൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇവ നമ്മുടെ ചെറുവിരലിൻ്റെ അത്ര മാത്രമേ കാണൂ. കൂടാതെ വെളുത്ത നിറത്തിലോ സ്വർണ്ണ നിറത്തിലോ ഉണ്ടാവുന്നതുമാണ്. അതായത് അത്തരം നിറങ്ങളിലാണ് ഈ സർപ്പങ്ങളെ കൂടുതലായും കാണുക. ഇവർക്ക് പൂജയും ആരാധനയും നാം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന സർപ്പങ്ങൾ അഥവാ പാമ്പുകൾ അധമ സർപ്പങ്ങളാണ്. മറ്റെല്ലാം തന്നെ അധമ ഗണത്തിൽപ്പെടുന്നവയാണ്. കറുത്ത ഇരുണ്ട് വലിപ്പമേറിയവയുമാണ് പ്രധാനമായും അധമഗണത്തിൽ പറയുന്നത്. ഇവ പൊതുവെ കാണുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലാണ് വിശ്വാസപ്രകാരം പറയുവാൻ സാധിക്കുക. എന്നാൽ ഇവയെ പ്രത്യേക രീതിയിൽ കാണുന്നത് അതീവ ശുഭകരമാകുന്നു. അത്തരത്തിലാണ് വിശ്വാസം. ഇനി പാമ്പുകളെ നിത്യവും വീടുകളിൽ കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ കാവുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. സർവ്വസാധാരണമായി പറമ്പിൽ പാമ്പിനെ കാണുന്നതാണ്. എന്നാൽ പൂജയിലോ ആരാധനയിലോ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവയെ കാണുന്നതും ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പൂജ ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നൽകുന്നതാകാം. അവ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കാര്യം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ സർപ്പത്തെ അല്ലെങ്കിൽ പാമ്പിനെ നാം വീടുകളിൽ കാണുന്നതാണ്. അവ വീടുകളിലേക്ക് വരുന്നതാകുന്നു. പ്രത്യേക വഴിപാടുകൾ നാം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മാസത്തിൽ ഒരിക്കൽ ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നത് ശുഭകരമാണ്. നാഗദേവതകൾക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ശിവക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പോലും ശുഭകരമാണ്. നിത്യവും പാമ്പിനെ കാണുന്നത് ഈ വഴിപാടുകൾ നടത്താത്തതിൻ്റെ സൂചന തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നാഗദോഷങ്ങളുണ്ട് എങ്കിൽ ഇത്തരത്തിൽ തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് നാഗങ്ങളെ കാണുകയും ചെയ്യും. അതും ദോഷകരമായ ഒരു കാര്യമാകുന്നു. സർപ്പദോഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർപ്പദോഷത്താൽ വലയുന്നവർക്കും ഇത്തരത്തിൽ നിത്യവും പാമ്പിനെ കാണും എന്നതാണ് വാസ്തവം. ഉടനെ ജ്യോതിഷിയെ കണ്ട് നിങ്ങൾ നോക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അടുത്ത് നാഗക്ഷേത്രമുള്ളവർ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുക. പാലും നൂറും കൊടുക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. എല്ലാ മാസവും ഇപ്രകാരം ചെയ്യുന്നത് നാഗപ്രീതി വന്നു ചേരുന്നതിന് സഹായകരമാകുന്നു. ആയില്യം ദിവസം തന്നെ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മഞ്ഞച്ചേര പലരുടെയും വീടുകളിൽ വരുന്നതാണ്. ഇപ്രകാരം വരുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം. പലരും ഭയപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും
സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്താൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരമശിവന്റെ കടാക്ഷമുണ്ട് എങ്കിൽ, ശിവാനുഗ്രഹം വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് പാമ്പിനെ വീട്ടിൽ കാണുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് അഥവാ നമുക്ക് പ്രകടമാക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നത് ശിവകടാക്ഷമായി തന്നെ പരാമർശിക്കാം. എന്നാൽ എപ്പോഴും കാണുന്നത് ദോഷകരവുമാണ്. കൂടാതെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങി വരുന്നതായ അവസരത്തിൽ പാമ്പിനെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ആ വീടുകളിൽ തീർച്ചയായും പരമശിവന്റെ കടാക്ഷത്താൽ ഉയർച്ച ആരംഭിക്കാൻ പോകുന്നു, നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു, കാര്യവിജയങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ശിവക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി മടങ്ങി വരും വഴി ഇപ്രകാരം കാണുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സർപ്പങ്ങളെ ഉപദ്രവിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് സന്തോഷം കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ആ സമയം നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അതെല്ലാം ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും പെട്ടെന്ന് മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരികയും കണ്ണിൽ നിന്നും കണ്ണുനീർ അറിയാതെ പ്രവഹിക്കുകയും അഥവാ കണ്ണുകൾ നിറയുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം. നാഗങ്ങളുടെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ കോരിത്തെരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നാഗക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ട് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ എല്ലാം മറന്ന് നാഗങ്ങളിൽ ലയിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ എല്ലാം മറന്നുപോയി ആ നാഗപ്രതിഷ്ഠയിൽ ലയിച്ച് നിൽക്കുകയാണ് എങ്കിൽ അത് നാഗങ്ങളുടെ കടാക്ഷമായി തന്നെ കണക്കാക്കാം. തീർച്ചയായും ആ വ്യക്തികൾക്ക് നാഗങ്ങളുടെ അനുഗ്രഹമുണ്ട് എന്നും ഉയർച്ച ആരംഭിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. കൂടാതെ നാഗങ്ങളെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. എന്നാൽ എപ്പോഴും സ്വപ്നം കാണുന്നത് ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്.